الحمد لله الحمد لله رب العالمين الحمد لله الذي بنعمته تتم الصالحات الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا صدق الله العلي العظيم وعن عبد الله بن عمرو بن العاص رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من أراد أن يزحزح عن النار ويدخل الجنة فلتأته منيته وهو مؤمن بالله واليوم الآخر وليأتي إلى الناس بما يحب أن يؤتى إليه رواه مسلم. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രീതി, അവന്റെ പൊരുത്തം, റിളവാനും മിനല്ലാഹി അക്ബർ, അത് മുഖ്യ ലക്ഷ്യമായി സ്വീകരിച്ചു അതുവഴി ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളായി മാറാൻ, അത് നേടിയെടുക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഖം ഈ വലിയ ലക്ഷ്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. അല്ലാഹു എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെടണം, അല്ലാഹുവിന്റെ തൃപ്തി എനിക്ക് കരസ്ഥമാക്കണം. അത് നേടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം നേടിയവനാകുന്നു. അത് നേടിയിട്ടില്ലെങ്കിൽ എനിക്കെന്തു നേട്ടമുണ്ടായാലും അതൊന്നും ഒരു നേട്ടവുമല്ല. അതൊക്കെ ശാശ്വതമായ പരാജയത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങളാണ് എന്ന് നാം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. അതുപോലെ ജന്നാത്തുൽ ഫിർദൗസ് അതെനിക്ക് നേടിയെടുത്തേ പറ്റൂ. അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞാനില്ല. അതിന് തടസ്സമായി തീരുന്ന ഒരു വഴിയിൽ എന്നെ കാണാൻ പറ്റില്ല. അത് നമ്മുടെ നിശ്ചയദാർഢ്യമായിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്,
മൻ അറാദ അൻ യുസ്ഹിസിയ അനിൻ നാരി വയുദ്ഖിലൽ ജന്ന ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മൻ അഹബ്ബ അൻ യുസ്ഹിസിയ അനിൻ നാർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകലാൻ, സ്വർഗം കരസ്ഥമാക്കാൻ ആരുടെയെങ്കിലും മുഖ്യ ലക്ഷ്യമാണെങ്കിൽ ഇതാ രണ്ടു കാര്യങ്ങൾ. അതിലൊന്ന് ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അയാളുടെ അടുത്ത് അയാളുടെ മരണം വരട്ടെ, അയാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ മരണാസന്നനാകുമ്പോൾ, മരണം വരുമ്പോൾ അങ്ങനെയാകണം. അപ്പറഞ്ഞതിന്റെ അർത്ഥം ജീവിതത്തിലുടനീളം അങ്ങനെയാകണം എന്നതാണ്. കാരണം മരണം എപ്പോഴെന്ന് ആർക്കും പ്രവചിക്കുക സാധ്യമല്ല. മരണത്തിന് രോഗം ആവശ്യമില്ല. രോഗത്തിന് ചികിത്സയുണ്ട്, മരണത്തിന് ചികിത്സയില്ല. മരണത്തിന് പ്രായഭേദങ്ങളില്ല. മരണം കൊച്ചു കുഞ്ഞിനെയും യുവാവിനെയും മധ്യവയസ്കനെയും വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവനെയും ഒരുപോലെ പിടികൂടും. മരണം രോഗിയെയും നല്ല ആരോഗ്യമുള്ളവനെയും യാതൊരു പ്രശ്നവുമില്ലാത്തവനെയും മരണം പിടികൂടും. ഇതൊക്കെ നമ്മുടെ നിത്യ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത യാത്രയിൽ നരകത്തിൽ നിന്നകലാൻ, സ്വർഗം കരസ്ഥമാക്കൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഈമാനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം, അതിനെ ഈടുറ്റതാക്കിക്കൊണ്ടിരിക്കണം. കരുത്തുറ്റ ഈമാനിന്റെ ഉടമകളായി തീരണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, പരലോകത്തെക്കുറിച്ചുള്ള ബോധം, പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആത്മപരിശോധന, ആരാധനാ കർമ്മങ്ങളിലുള്ള നിഷ്ഠ, ജീവിത വിശുദ്ധി ഉയർത്തിപ്പിടിക്കൽ, സദാചാര ധാർമ്മിക മൂല്യങ്ങളിൽ ഉയർന്ന നിലവാരം കാത്തുസൂക്ഷിക്കൽ, അങ്ങനെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം, ഖബറിനെ കുറിച്ചുള്ള ചിന്ത, ഹിസാബിനെ കുറിച്ചുള്ള ബോധ്യം, ഇങ്ങനെയൊക്കെ നമ്മുടെ ഈമാൻ രൂഢമൂലമായി തീരും. കരുത്തുറ്റ ഈമാനിന്റെ ഉടമകളായി തീരുക. എപ്പോഴും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ കുറയും, ഈമാൻ കൂടും. ഒരു അധ്യായത്തിന് തലക്കെട്ട് തന്നെ അങ്ങനെയാണ് കൊടുത്തത്, അൽ ഈമാൻ യസീദു വയൻഖുസ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, വൽയഅതി ഇലന്നാസ് ബിമാ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി. വൽയഅതി ഇലന്നാസ് ബിമാ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി. ജനങ്ങളുടെ അടുത്തേക്ക് അയാൾ ചെല്ലണം, മനുഷ്യരോട് അയാൾ സഹവസിക്കണം. എങ്ങനെ സഹവസിക്കണം? ബിമാ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി. ജനങ്ങൾ തന്നോട് എങ്ങനെ പെരുമാറണമെന്നാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ പെരുമാറണം. എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് കൊടുക്കണം. വൽയഅതി ഇലന്നാസ്. ജനങ്ങളുടെ അടുത്ത് അയാൾ ചെല്ലട്ടെ. ബിമാ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി. ജനങ്ങൾ തന്നോട് എങ്ങനെ എന്റെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ. ദീനുൽ ഇസ്ലാമിനെ, ഇസ്ലാമിക ജീവിതത്തെ രണ്ടു തലക്കെട്ടുകളിൽ ഒതുക്കാമെങ്കിൽ ഒതുക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ.
ആ 2 തലക്കെട്ടുകൾ, ഒന്ന് ഹുഖൂഖുല്ലാഹ്, അല്ലാഹുവോടുള്ള കടപ്പാടുകളാണ്, അല്ലാഹുവോടുള്ള ബാധ്യതകളാണ്. പടച്ച തമ്പുരാന് നാം വകവെച്ചു കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തത് ഹുഖൂഖുൽ ഇബാദ്, സഹജീവികളോടുള്ള ബാധ്യത. ഈ രണ്ടിനെയും ഈ ഹദീസിൽ കോർത്തു പിടിച്ചിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ അല്ലാഹുവോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തണം. രൂഢമൂലമായ ഈമാനിന്റെ ഉടമകളായി തീരണം. 2, നിങ്ങൾ മനുഷ്യരുമായി സഹവസിക്കുമ്പോ നിങ്ങളുടെ കാഴ്ചപ്പാട് അവരിൽ നിന്ന് എനിക്ക് എന്തു കിട്ടണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് അവരിൽ നിന്ന് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. മനുഷ്യർ എന്ന് പറയുമ്പോ നമ്മളുമായിട്ട് പല വിധത്തിൽ ബന്ധപ്പെട്ടവരായിരിക്കും. ഒന്നുകിൽ നമ്മുടെ മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും, അതുമല്ലെങ്കിൽ നമ്മുടെ അടുത്ത കുടുംബ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ അയൽവാസികളായിരിക്കും, അതൊന്നുമല്ലാത്ത മനുഷ്യരായിരിക്കും, നമ്മുടെ ആത്മമിത്രങ്ങളായിരിക്കും, നമ്മുടെ കഠിന ശത്രുക്കളായിരിക്കും. അങ്ങനെ പലരുമാകാം മനുഷ്യർ. അവരിൽ നിന്നൊക്കെ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. എന്റെ മാതാപിതാക്കൾ എന്നോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടിയിരുന്നത് എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടാകും. അതെന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ മക്കൾക്ക് അത് നൽകുക. കാരണം ഞാൻ അവരുടെ ഉപ്പയാണ്. എന്റെ മക്കൾ ഇങ്ങനെയാണ് എന്നോട് പെരുമാറേണ്ടിയിരുന്നത്, അവരിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടേണ്ടിയിരുന്നു, അക്കാര്യങ്ങളിൽ അവർ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് നിലപാടുണ്ടാകാം. അത് അവരിൽ നിന്ന് കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ മാതാപിതാക്കൾക്ക് അത് നൽകുക. എന്റെ കൂട്ടുകുടുംബങ്ങൾ അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് ആകേണ്ടിയിരുന്നത്. ഞാനുമായുള്ള ബന്ധങ്ങളിൽ അവർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നില്ല. എന്തെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ പോലും പരിഗണിക്കുന്നില്ല. അവര് ഈ അവസ്ഥ മാറേണ്ടിയിരുന്നു. അവരാ അവസ്ഥ മാറിയാലും ഇല്ലെങ്കിലും അവരുടെ അവകാശങ്ങൾ നീ അങ്ങോട്ട് കൊടുത്തേ പോകാം. റസൂലുള്ളാഹി പറയാണ്, എന്റെ നാട്ടുകാർ അവരിങ്ങനെയാണ് ആകേണ്ടിയിരുന്നത്. അവരുടെ പല കാര്യങ്ങളും ഞാനുമായുള്ള ബന്ധങ്ങളിൽ വളരെ മോശമാണ് അവരുടെ പെരുമാറ്റം. അവരെന്തോ ആകട്ടെ, നീ കാണുന്ന ഒരു ഉത്തമ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ കാര്യങ്ങൾ നീ അവർക്ക് നൽകുക. ഇങ്ങോട്ട് എന്തു കിട്ടി എന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് എന്ത് കൊടുത്തു എന്ന് നീ ആലോചിക്കുക. ജനങ്ങളുമായുള്ള ബന്ധങ്ങളെ ഏറ്റവും നന്നാക്കിയെടുക്കുക. എല്ലാവർക്കും സാധ്യമാകേണ്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി അതിന്റെ വിശാലമായ തലങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. തബസ്സുമുക ലിവജ്ഹിക സദഖത്തുൻ, നിന്റെ സഹോദരനെ നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. ആളുകളെ കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക. എന്തിനാണ് ഈ മസിൽ പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നത്? ആളുകളെ കാണുമ്പോ ഒന്ന് റിലാക്സ് ആവുക. നമ്മൾ എന്തിനാണ് ജീവിതത്തിൽ ഇത്രയേറെ അനുഭവിക്കുന്നത്? നമ്മൾ ഇസ്ലാമിക സിദ്ധാന്തത്തിന്റെ ഭാരങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഭാരം ഇസ്ലാമിനില്ലല്ലോ. അദ്ദീനു യുസ്ർ, ദീന് വളരെ എളുപ്പമാണല്ലോ. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക. എന്റെ നാട്ടിൽ ഒരു കാരണവർ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു ചെറുപ്പക്കാരനായിരിക്കും, ഇപ്പോഴും ഞാൻ ചെറുപ്പക്കാരനാണ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാലും ഇതിന് ഒരു 10-25 കൊല്ലം മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞ്, എനിക്ക് ആളുകളെ കാണുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ല, ഞാൻ ചിരിക്കാൻ വിചാരിക്കാറുണ്ട്. ചിരിയുടെ ഒരു വില നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഖജനാവിൽ എത്രയോ ചിരികളുണ്ട്. ജനങ്ങളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം, അവരെ സ്നേഹിക്കുക, അവരിൽ ഒരുവനാണ് ഞാനെന്ന് ധരിക്കുക, അപ്പോൾ ചിരി വരും. അവരെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങൾ ചെല്ലുന്നത്, നിങ്ങളെ കാണുന്നത് ഒരാളിൽ സന്തോഷമുണ്ടാക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു അത് ഈമാനാണ്. നിങ്ങളെ കാണുമ്പോ ഒരാൾ
ഒഴിഞ്ഞു മാറുന്ന മനസ്സാണ് ഉണ്ടാകുന്നതെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു ശർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനാണ്, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനാണ്, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ. റസൂലുള്ളാഹി പറയാണ് മൻ തറക്കഹുന്നാസ് ഇത്തിഖാ ശർരിഹി, മൻ തറക്കഹുന്നാസ് ഇത്തിഖാ ശർരിഹി, ഇയാളുടെ ഉപദ്രവം ഭയന്നിട്ട് ആളുകൾ മാറി നടക്കുക. അതാ വരുന്നു എന്നാ നമ്മൾ മാറുക, അതാ വരുന്നു, അയാൾ വന്നാൽ പ്രശ്നമാണ്. നമ്മൾ നമ്മെ വിലയിരുത്തണം. റസൂലുള്ളാഹി പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു സഹോദരിയെ പറ്റി പറയപ്പെട്ടു, ഇന്ന ഫുലാനത തുദ്കറു ബികത്റതി സലാത്തിഹാ വസിയാമിഹാ വലകിന്നഹാ തുദി ജീറാനഹാ ബിലിസാനിഹാ. ഒരുത്തി വല്ലാത്ത ആബിദത്ത, ആരാധനാ കർമ്മങ്ങളിൽ വളരെ വളരെ ഉഷാറാണ്. നിർബന്ധമായ കർമ്മങ്ങളുണ്ട്, സുന്നത്തായ കർമ്മങ്ങളുണ്ട്, എപ്പോഴും ദിക്റാണ്, ധാരാളം നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാം നല്ല കാര്യമാണ്. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണ്. നോമ്പാകട്ടെ റയ്യാൻ വാതിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. പക്ഷെ ഇതൊക്കെയുണ്ട്. പക്ഷേ ആ സ്ത്രീ വലകിന്നഹാ തുദി ജീറാനഹാ ബിലിസാനിഹാ, അയൽക്കാരോട് മോശം പെരുമാറ്റം, എന്തിനും ബഹളം വെച്ച് നിൽക്കും. അപ്പുറത്തുനിന്നൊരു കോഴി ഇപ്പുറത്ത് വന്നാൽ അതിനും ബഹളം ഉണ്ടാക്കും. അങ്ങനെയുണ്ട് ചില ആളുകൾ, എന്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഒരു ഇഞ്ച് ഭൂമി അയാൾ വിട്ടുകൊടുക്കില്ല. ഒരടി ഭൂമി മറ്റവന്റേത് അപഹരിക്കാൻ എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ആ ഭൂമി അതിന്റെ ആഴങ്ങളോളം അയാളുടെ കഴുത്തിൽ നാളെ പരലോകത്തിട്ട് കൊടുക്കും. അത് വേറെ കാര്യം. ആരാന്റെ ഹക്ക്? ഈ സ്ത്രീയെ പറ്റി റസൂലുള്ളാഹി പറയാണ്, അവൾ നരകത്തിലാണ്. നല്ല നിസ്കാരമുണ്ട്, മിഫ്താഹുൽ ജന്നയാണ്, നല്ല നോമ്പുണ്ട്, ആബിദത്താണ്, ജനങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഇബാദത്ത് ആയിട്ടില്ല എന്നതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുമ്പോ സൃഷ്ടികളെയൊക്കെ വെറുപ്പിക്കുക പറ്റില്ല. വേറെ ഒരു സ്ത്രീ വേറെ ഒരു സ്ത്രീ അത്രയൊന്നും ആബിദത്തല്ല, നിസ്കരിക്കുന്നുണ്ട്, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഫറളിൽ വിട്ടുവീഴ്ചയില്ല, വല്ലാത്ത ഒരു ആബിദത്തൊന്നുമല്ല, അങ്ങനെ അറിയപ്പെട്ട ഒരു ആബിദത്തല്ല. പക്ഷെ ജനങ്ങളോട്, അയൽക്കാരോട് വളരെ ഊഷ്മളമാണ്. അവരുടെ സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവരെന്തെങ്കിലും ഒരു വിശേഷം വീട്ടിലുണ്ടായാൽ അയൽക്കാർക്ക് അതിന്റെ പങ്കെത്തിച്ചു കൊടുക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അവർ സ്വർഗത്തിലാണ്. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ട്. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ സന്തോഷം നൽകിക്കൊണ്ടിരിക്കുക, നമ്മുടെ മക്കൾക്ക് സന്തോഷം നൽകുക, അവരുടെ ജീവിതയാത്രയ്ക്ക് കരുത്തേക്കൊണ്ടിരിക്കുക, പേരക്കുട്ടികളിൽ അവരിൽ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് വീട്ടുകാർക്കും മക്കൾക്കും കുടുംബത്തിനും കുട്ടികൾക്കും അവർക്കേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അറിയുക, നിങ്ങൾ അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർ അവരാരുമാകട്ടെ, അവർക്ക് സന്തോഷമുണ്ടാവും. അവർക്ക് നമ്മുടെ സാന്നിധ്യം കൃത്യമായി തീരുക. ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ ഘടനയും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ സാമൂഹ്യ ഘടന ശത്രുവിനോട് വരെ, കൊടിയ ശത്രുവിനോട് വരെ സ്വീകരിച്ച നിലപാടതാണല്ലോ. ഒരൊറ്റ ചരിത്രം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിരിക്കുകയാണ്. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം അതിങ്ങനെ വളർന്നു വരികയാണ്. തൊട്ടടുത്ത പ്രദേശമാണ് യമാമ. നിങ്ങൾ കേട്ടിരിക്കും. ആ യമാമ മക്കക്കാരുമായിട്ട് സന്ധിയിലാണ്. മുശ്രിക്കുകളാണ് അവിടെ നാട് ഭരിക്കുന്നത്. മക്കയിലും അങ്ങനെയാണ്.
യമാമയിലെ രാജാവിന്റെ പേർ ഹദീസുകളിൽ കാണാം, സുമാമത്ത് ബിൻ അസൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദം മദീനയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മുസ്ലിമിനെ പിടിക്കുക, കൊല്ലുക. ഇങ്ങനെ പല മുസ്ലിങ്ങളുടെയും ഘാതകനായിട്ട് അതിന് നേതൃത്വം കൊടുക്കുക. അവസാനം ഗതികെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സുമാമത്ത് ബിൻ അസാൽ അയാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, ശരിയാക്കണ അയാളെ. ഇപ്പൊ ട്രംപിനെ പറ്റി പറയില്ലേ, ശരിയാക്കേണ്ട ആളാണ്. ഇറാൻ പറഞ്ഞു അത്രയും നാശം വിതക്കുന്ന ആളാണ്. ഒരിക്കൽ സുമാമത്ത് ബിൻ അസാൽ മക്കയുടെ ഓരം ചേർന്ന് മദീനയുടെ ഓരം ചേർന്ന് അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ വേണം അദ്ദേഹത്തിന് പോവാൻ. ഇദ്ദേഹത്തെ കണ്ട മദീന നിവാസികളിൽ അവർക്ക് അദ്ദേഹത്തെ അറിയില്ല. അപരിചിതനായ ഒരാളെ കണ്ടപ്പോ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നു റസൂലുള്ളാഹിനെ കണ്ടേക്ക് മനസ്സിലായി. റസൂലുള്ള ചോദിച്ചു, കൈഫ അൻത യാ സുമാമ, ഇപ്പൊ കഥ എങ്ങനെയുണ്ട്? സുമാമത്ത് ബിൻ അസാലിന്റെ മറുപടി, ഞാൻ നിങ്ങൾ രക്തത്തിന് പകരം ചോദിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ജീവിക്കാൻ അർഹനല്ല. എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ ഒരു തെറ്റും അതിലില്ല. അല്ല, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ, എനിക്ക് മാപ്പ് നൽകുന്നുവെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാണ്, എത്ര സമ്പത്തും തരാം. റസൂലുള്ള ഒന്നും പ്രതികരിച്ചില്ല. സ്വന്തം കൈകൊണ്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. നല്ല ആതിഥ്യം. ആർക്കും കഴിയുമില്ല. രണ്ടാമത്തെ ദിവസവും ഇതേ ചോദ്യം ആവർത്തിച്ചു, അതുതന്നെ മറുപടി. മൂന്നാമത്തെ ദിവസവും ഇതേ ചോദ്യം ആവർത്തിച്ചു, അതുതന്നെ മറുപടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടേക്കോ, അയാളെ പോട്ടെ, അയാളെ പോകട്ടെ. അദ്ദേഹത്തെ വിടുകയോ? ചില ആളുകൾക്ക് സംശയമുണ്ട്. എല്ലാം പോട്ടെ, അദ്ദേഹം പോട്ടെ. പക്ഷേ സുമാമക്ക് അധികം പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വരികയാണ്. വരുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചിട്ടാണ്. എന്നിട്ട് പറയുന്ന ആദ്യത്തെ പ്രസ്താവന ഇതാ, ഈ നിമിഷം വരെ ഭൂമിയിൽ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ, വെറുക്കപ്പെട്ട മുഖം എനിക്ക് അങ്ങയുടേതായി. എന്നാൽ ഇപ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം അങ്ങയുടെ മുഖമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട വെറുക്കപ്പെട്ട രാജ്യം എനിക്ക് മദീനയായി. ഇന്നെന്റെ പ്രിയപ്പെട്ട രാജ്യം മദീനയാണ്. തിരിച്ച് നാട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹം ചെയ്ത പണി, ഈ ചരിത്രം നടക്കുമ്പോ ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. മക്ക മദീനയോട് സന്ധിയില്ല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യമാമയിൽ ധാരാളം ധാന്യങ്ങളുള്ള നാടാണ്, ഭക്ഷണത്ത് ധാരാളമുള്ള നാടാണ്. യമാമയിൽ നിന്നായിരുന്നു മക്കൾക്ക് ആവശ്യമായ ധാന്യം എത്തിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആക്ഷൻ മക്കക്കാർക്ക് എഴുതി, ഇനി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിക്കാൻ യമാമയിൽ നിന്ന് ഒരു മണി ധാന്യവും അങ്ങോട്ടില്ല. മക്ക പ്രശ്നത്തിലായി, പട്ടിണിയിലായി. അവസാനം അവന് തീരുമാനമെടുത്തു, റസൂലുള്ളാഹിക്ക് തന്നെ മെമ്മോറാണ്ടം. റസൂലുള്ളാഹിക്ക് അവർ കത്തെഴുതി, ഞങ്ങൾ പ്രയാസത്തിലാണ്. ആര് കത്തെഴുതുന്നത്? ഉഹുദ് കഴിഞ്ഞു പോയവർ, ഇനിയും കാണാമെന്ന് പ്രഖ്യാപിച്ചവർ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടക്കുന്നവർ, മുഹമ്മദുർ റസൂലുള്ളാഹ് അദ്ദേഹത്തെ കൊല്ലാൻ നടക്കുന്നവർ, അവരാണ് കത്തെഴുതുന്നത്. റസൂലുള്ളാഹ് സുമാമത്ത് ബിൻ അസാലിന് കത്തെഴുതുകയാണ്. സുമാമ, ഈ കത്ത് കിട്ടിയാൽ മക്കയിലേക്കുള്ള ധാന്യം താങ്കൾ അയക്കേണ്ടത്, സാധിക്കുമെങ്കിൽ വർദ്ധിപ്പിച്ചു നൽകേണ്ടതാണ്. മക്ക പട്ടിണിയിലാണ്. യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമെന്ന നിലയിൽ അവരെ പട്ടിണിക്കിടാൻ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് സാധ്യമല്ല.
നിങ്ങൾ വർത്തമാനകാലത്തേക്ക് വരൂ, ഉപരോധങ്ങൾ കാണൂ. 2 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇറാഖിൽ പോഷകാഹാരക്കുറവ് മൂലം അമേരിക്ക കൊന്നൊടുക്കി. അതിനെപ്പറ്റി പറഞ്ഞത് അനിവാര്യമായ തിന്മ എന്നാണ്. ശത്രുരാജ്യത്തിന്റെ അന്നം കൊടുക്കുക, അവരിൽ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക, അതൊന്നും ഇന്നൊരു കുറ്റകരമല്ലാത്ത ഒരു കാലത്തും ലോകത്തും നിങ്ങൾ വായിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നാം ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്. മനസ്സിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തേണ്ടവരാണ്. നമ്മുടെ പോളിസി നയം ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ്. നീ തിന്മയെ ഏറ്റവും നന്മ കൊണ്ട് പ്രതിരോധിക്കണം. തിന്മയെ എന്നല്ല, ഒരാളിങ്ങോട്ട് തിന്മ ചെയ്താൽ അതിനെ തിരിച്ചടിക്കാൻ കഴിയുമ്പോ തിരിച്ചടിക്കാതിരിക്കുക. അതിനാവതുണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ താങ്കളുടെ കഠിന ശത്രുക്കൾ ആത്മമിത്രങ്ങളായിട്ട് മാറും. ചരിത്രം അതാണല്ലോ കണ്ടത്. നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. അല്ലാഹുവിന്റെ പ്രീതിയും ജന്നാത്തുൽ ഫിർദൗസും നടണമെങ്കിൽ കരുത്തുറ്റ ഈമാനിന്റെ ഉടമകളാവുക, ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ വ്യക്തിത്വങ്ങളാവുക. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് കിട്ടിയാലും ഇല്ലെങ്കിലും തിരിച്ചു നൽകുക. ജീവിതത്തിലുടനീളം എല്ലാ മനുഷ്യരോടുമുള്ള ബന്ധം അതായി തീരുക. കാരുണ്യക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക, ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കുക. ഒരു കോംപ്രമൈസിനും തയ്യാറില്ലാത്ത ഒരു നിലപാട് ആ വിഷയത്തിൽ നമുക്കുണ്ടാവുക. വ്യക്തിജീവിതത്തിന്റെ സംസ്കരണം മുതൽ സമൂഹത്തിലുള്ള നമ്മുടെ ഇടപെടലുകൾ വരെ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. മരണം എപ്പോൾ വന്നാലും മരണത്തിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാകുക. കാരുണ്യക്കടലായ നാഥൻ അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പോരായ്മകൾ, കുറവുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം സത്യത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടേറെ ആളുകൾ നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി എത്തിക്കൊണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ സുപരിചിതനായ പ്രിയപ്പെട്ടവനായ മുഹമ്മദ് അലി സാഹിബ്, മുഹമ്മദ് അലിക്ക എന്ന് പറയുന്ന ആ കണ്ണുകാണാത്ത എന്നിട്ടും വളരെ സാഹസികമായി ജുമാക്ക് നമ്മുടെ പള്ളിയിൽ എത്തിക്കൊണ്ടിരുന്ന മുഹമ്മദ് അലിക്ക അല്ലാഹുവിലേക്ക് യാത്രയായി. ചുങ്കത്ത് ആ നമസ്കാര പള്ളിയിൽ വെള്ളം കോരി ഹൗല് നിറക്കുന്ന കാലത്ത് അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. എല്ലാവർക്കും പ്രിയപ്പെട്ട അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. കാരുണ്യക്കടലായ നാഥ, അദ്ദേഹത്തിന് നീ മഅഫിറത്തും റഹ്മത്തും നൽകി നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരെയും
ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളിലും എല്ലാ പരീക്ഷണങ്ങളിലും അവരെ നീ വിജയികളാക്കി തീർക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിന്റെ ഏറ്റവും കരുത്തുറ്റ സമ്പാദ്യമാക്കി അവരെ നീ വളർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സാലിഹായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും നിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കുടിലമായ തന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഇസ്ലാമിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.